മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലേക്കായിരുന്നു യാത്ര. ലോകത്തിലെ മുസ്ലിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മദീനയിലെ മസ്ജിദുൻ നബവി അഥവാ പ്രവാചകന്റെ പള്ളി. മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം മക്കയിലെ മസ്ജിദുൽ ഹറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന മസ്ജിദ്. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷം ഉണ്ടാക്കിയ രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദുൻ നബവി. ക്രിസ്താബ്ദം 622 പ്രവാചകന്റെ നേതൃത്വത്തിൽ ഈ പള്ളി പണി കഴിപ്പിക്കുന്നത്. അന്ന് മദീന യസ്രിബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം അബു അയ്യൂബിൽ അൻസാരിയാണ് സുഹൈൽ, സഹൽ എന്നീ 2 അനാഥ മക്കളുടെ അടുത്ത് നിന്ന് ഈ പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലം വാങ്ങിയത്. മദീനയിൽ നിന്ന് പലായനം ചെയ്തെത്തിയ പ്രവാചകൻ തൻ്റെ അനുചരന്മാർക്കൊപ്പം മണ്ണും മരവും ചുമന്ന് ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുണ്ട്. ചളിക്കട്ട കൊണ്ടുള്ള ചുമരുകൾക്കിടയിൽ ഈന്തപ്പന തടി തൂണാക്കി ഈന്തപ്പന ഓല കൊണ്ട് മേഞ്ഞ രീതിയിലായിരുന്നു അന്ന് പള്ളി നിർമ്മിച്ചത്. പിന്നീട് വന്ന ഓരോ ഭരണാധികാരികളും കാലത്തിനനുസരിച്ച് പള്ളി വികസിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ കാലത്ത് നമസ്കരിക്കാനുള്ളൊരു പള്ളി മാത്രമായിരുന്നില്ല ഇത്. അതൊരു ഭരണകേന്ദ്രമായും കോടതിയുമായെല്ലാം പ്രവർത്തിച്ചു. മദീനയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഈ പള്ളിയെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്ന് ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. അത്തരത്തിൽ ആളുകൾ എത്തുന്ന സ്ഥലമാണെങ്കിലും എന്തെങ്കിലും ഒരു ചപ്പു ചവറുകളോ മാലിന്യമോ ഒന്നും തന്നെ ഇവിടെ നമ്മൾ കാണില്ല. പള്ളി സദാസമയവും വൃത്തിയായി സൂക്ഷിക്കാൻ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ ജോലിയെടുക്കുന്നുണ്ട്. മസ്ജിദ് നബവിയിലെ AC സിസ്റ്റം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതും ഏറ്റവും വലുതുമാണ്. മസ്ജിദിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ 70,000 സ്ക്വയർ മീറ്ററിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ കണ്ടൻസർ സ്ഥിതി ചെയ്യുന്നത് ഒരു സ്റ്റേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള പ്രവർത്തനം കൊണ്ട് പള്ളിയിൽ എല്ലാ സമയവും വളരെ സുഖകരമായ താപനില നിലനിൽക്കുന്നു. 3400 ടൺ കപ്പാസിറ്റി വരുന്ന 6 കൂളറുകളാണ് സെൻട്രൽ സ്റ്റേഷനിലുള്ളത്. ഒരു ഇടവേളയുമില്ലാതെ മസ്ജിദിൽ സുഖകരമായ താപനില നിലനിർത്താൻ ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. മസ്ജിദിൻ്റെ തൂണുകളിൽ ഘടിപ്പിച്ച AC നെറ്റുകളിലൂടെയാണ് ഈ തണുത്ത വായു പുറത്തു വരുന്നത്. പള്ളിയിൽ നിന്നുള്ള വായു തിരിച്ചു പൈപ്പുകളിലൂടെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. മസ്ജിദുൻ നബവിയുടെ മുറ്റങ്ങളിൽ വാട്ടർ സ്പ്രേ ഫാനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് മിസ്റ്റ് ഫാനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് ചൂട് കുറക്കാൻ ഇത് സഹായിക്കുന്നു. മസ്ജിദുൻ നബവിയിൽ ഇതുപോലത്തെ 436 മിസ്റ്റ് ഫാനുകളാണുള്ളത്. പ്രവാചകനെ സന്ദർശിക്കാൻ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ സൂക്ഷിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്.